കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് വീണ്ടും ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും വിമർശിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ അദ്ദേഹത്തിന്റെ വരവ്. ദീപിക ദിനപത്രത്തിലെ ലേഖനമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. നെഹ്റു കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ശശി തരൂർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ കടുത്ത അസംതൃപ്തിയിലാണ് കോൺഗ്രസിലെ പല നേതാക്കളും. വി.ഡി. സതീശൻ പറഞ്ഞത് തരൂരിന്റെ ലേഖനം കണ്ടുവെന്നും അഭിപ്രായമുണ്ട്, പക്ഷെ പറയില്ലെന്നും കേന്ദ്ര നേതൃത്വമാണ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതെന്നുമാണ്. വി.ഡി. സതീശന് പുറമെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭയാനതയിലേക്ക് നയിച്ചുവെന്നും രാജ്യത്തെ അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്കേ കഴിയുമെന്നും ഇന്ദിര ശഠിച്ചുവെന്നും ലേഖനത്തിലുണ്ട്. തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറം ലോകം അറിഞ്ഞില്ല. ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായി. ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികളും കൊടും ക്രൂരതയുടേതാണെന്നും ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും എഴുതിയിട്ടുണ്ട്. അന്നത്തെ സർക്കാർ നടപടികളെ വിമർശിക്കുന്ന കൂട്ടത്തിൽ മോദി സർക്കാരിനെ അഭിനന്ദിക്കാനും ശശി തരൂർ മറന്നിട്ടില്ല. എല്ലാ കാര്യത്തിലും കൃത്യമായും വ്യക്തമായും ഉത്തരമുള്ള ആളാണ് ശശി തരൂർ. പക്ഷേ ഈ ഇടയായുള്ള ചായ്വ് കോൺഗ്രസിന് അത്ര നല്ലതല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയാം.